ജസ്യൂട്ട്സിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് കുട്ടികൾക്ക് നിലവാരമുണ്ടാകുമെന്നുള്ളത്, അറിവുണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇഗ്നേഷ്യസ് ഓഫ് ലയോള സ്പെയിനിൽ 16-ാം നൂറ്റാണ്ടിൽ 6 പേരുമായിട്ട് തുടങ്ങിയ സന്യാസ സമൂഹം ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട്, അച്ചടക്കം നൽകിക്കൊണ്ട്, നിലവാരം നൽകിക്കൊണ്ട് ഈ ലോകത്തിന് വിദ്യയുടെ വെളിച്ചം കാണിച്ച ആ അവരെ ഞാൻ തീർച്ചയായിട്ടും നമിക്കുകയാണ്. ഈ 65 വർഷ കാലഘട്ടത്തിലെ ഈ സ്കൂളിൻ്റെ പുരോഗതിയെ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈ ആനുവൽ ഡേ സെലിബ്രേഷൻസും അതുപോലെ പുതിയ ബിൽഡിങ്ങിൻ്റെ സമർപ്പണവും നടത്തിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ല ഭാവി, അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അവരെല്ലാം നമ്മുടെ ഈ നാട്ടിൻ്റെ അഭിമാനമാണ്, അവരെല്ലാം നല്ലവരാണ്, അവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അവരെല്ലാം നിലവാരം പുലർത്തും, ഈ രാജ്യത്തിന് വേണ്ടി അവരെ സേവനം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. It is address and lighting of the lamp. On behalf of the management, faculty and students of the medium school, I express sincere gratitude to you, sir. AKJM സ്കൂൾ എന്ന് കേട്ടാൽ ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്. കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ്. ഇത് കേവലം ഭംഗി വാക്കുകളായിട്ടല്ല ഞാൻ പറയുക, ഇത് ജസ്യൂട്ട്സിൻ്റെ ഒരു സ്ഥാപനമാണ് എന്നതുകൊണ്ടുകൂടി ജസ്യൂട്ട്സ് ആരംഭിക്കുന്ന ജസ്യൂട്ട് വൈദികർ, കത്തോലിക്ക സഭയിലെ ഏറ്റവും അറിയപ്പെടുന്ന സന്യാസ സമൂഹങ്ങളിലൊന്നായ, മികവിൽ എണ്ണത്തിൽ ഏറ്റവും കരുത്താർജിച്ച് നിൽക്കുന്ന, ആഗോളതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ജസ്യൂട്ട്സ് സന്യാസ സമൂഹത്തിൻ്റെ, ജസ്യൂട്ട് വൈദികരുടെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മികവിനെക്കുറിച്ച് പിന്നെ രണ്ട് പക്ഷമില്ല എന്നത് കാലം തെളിയിച്ചതാണ് നൂറ്റാണ്ടുകളിലൂടെ. AKJM-ൽ പഠിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഞാൻ അഭിമാനിക്കുന്നുണ്ട് AKJM-നെ കുറിച്ച്. AKJM-ൽ പഠിച്ചവർ ധാരാളം ഉയർന്ന നിലകളിലേക്ക് എത്തിയതിൻ്റെ ചരിത്രവുമുണ്ട്. അങ്ങനെയുള്ള മികവുറ്റ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെയുള്ള നിരവധി ആളുകളെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വളരെ ഉയർന്ന സംഭാവനകൾ നാടിനും രാജ്യത്തിനും ലോകത്തിന് തന്നെയും നൽകാൻ പാകത്തിൽ അയച്ച ഒരിടമാണ് ഈ മാതൃവിദ്യാലയം എന്നത് ഇത്തരമൊരു അവസരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഓർത്തെടുക്കാൻ കൂടി നമുക്ക് സാധിക്കണം. 65ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ നടത്തുമ്പോൾ പുതിയൊരു ബ്ലോക്കിൻ്റെ ഇനോഗ്രേഷൻ കൂടി ഇവിടെ യാഥാർത്ഥ്യമായി എന്നുള്ള സത്യം നമ്മൾ അറിയുന്നു. അതും തീർച്ചയായിട്ടും AKJM-ൻ്റെ വളർച്ചയ്ക്ക്, ജസ്യൂട്ട് സമൂഹത്തിൻ്റെ ഒരു വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ വലിയ വൃക്ഷത്തിൻ്റെ ഒരു ഇതൾ പോലെ അതിനെ കാണാവുന്നതാണ്. ഞാൻ ജസ്യൂട്ട്സ് വൈദികരുടെ കൂടെ സയൻറ്റിസ്റ്റുകളുണ്ട്, ആസ്ട്രോണമേഴ്സ് ഉണ്ട്, തിയോളജിയൻസ് ഉണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്. അതൊരു ബൃഹത്തായ ഒരു ശൃംഖലയാണ്. വലിയൊരു വടവൃക്ഷം പോലെ ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ വൃക്ഷത്തിൽ ഒരു നല്ല ഇതൾ കൂടി വിരിഞ്ഞിരിക്കുന്നു. അതാണ് പുതിയതായിട്ട് കുദാശയ്യത് ഇന്ന് സമർപ്പിതമായിരിക്കുന്ന ഈ ഹയർ സെക്കൻഡറി ബ്ലോക്ക് എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. AKJM സ്കൂളിലെ സ്റ്റുഡൻസായിട്ട് ഇവിടെ ചേർന്ന് പഠിക്കാനായിട്ട് കിട്ടിയ ഭാഗ്യം നിങ്ങൾ കളയരുത്. നിങ്ങളെക്കുറിച്ച് ഈ മാതൃസ്ഥാപനത്തിന് ഒരുപടി സ്വപ്നങ്ങളുണ്ട്. നിങ്ങളൊക്കെ വളരണം, നാടിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന വിധം, രാജ്യനിർമ്മിതിക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയുടെ സാന്നിധ്യങ്ങളായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ഇരുൾ പരക്കുന്ന പശ്ചാത്തലത്തിൽ വെളിച്ചത്തിൻ്റെ തുരുത്തുകളായി, നിറഞ്ഞ ദീപങ്ങളായിട്ട് ശോഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കഴിയട്ടെ എന്നൊരു ചെറിയ പ്രാർത്ഥനയും ആശംസയും മാത്രം ഞാൻ ഈ സമയത്ത് വെച്ച് നീട്ടുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയണം, സങ്കുചിതമായ സ്വപ്നങ്ങളല്ല, മറിച്ച് അബ്ദുൽ കലാമൊക്കെ പറയുന്നത് പോലെ വളരെ വിശാലമായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ കണ്ണീരൊപ്പാൻ പാകത്തിലുള്ള വിശാലമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഈ പഠനകാലത്ത് തന്നെ നിങ്ങൾ നാളെയെക്കുറിച്ച് ഓർമ്മയുള്ളവരാവണം.
നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാവണം. ഭാരതം നമുക്കെന്നും അഭിമാനിക്കാവുന്ന സംസ്കൃതിയുടെ സമ്പന്നമായ ഒരു നാടാണ്. ഈ സംസ്കാര സമ്പന്നമായ ഈ നാട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ട് ഇവിടെ നന്മ ചെയ്തുകൊണ്ട് വളരാൻ പ്രഥമമായിട്ടും നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം മാത്രം വിദേശത്തേക്ക് എന്ന് ചിന്തിക്കുക. 12 കഴിയുമ്പോഴേ വിദേശത്തേക്ക് പരക്കം പായുന്നത് നന്നല്ല. ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ പിറന്ന വീണ മക്കളായ നമുക്ക് ഈ നാടിന്, ഈ ദേശത്തിന്, ഈ രാജ്യത്തിന് നന്മ ചെയ്യാനുള്ള ഒരു വലിയ കടപ്പാടുണ്ട്. അത് ഓർത്തുകൊണ്ട് നാടിൻ്റെ നന്മയുടെ സാന്നിധ്യങ്ങളായിട്ട് വളരാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അർത്ഥവത്തായ സമ്മേളനത്തിന്, ഈ വാർഷികത്തിന് എല്ലാവിധ നന്മകളും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.